ഞാൻ അനുവിന് കുറച്ച് ഉപദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അവൾ അതിനെ ഉൾക്കൊണ്ടോ ഇല്ലയോന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ അത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ സംഗീത ചെയ്ത പ്രവർത്തിക്ക് ഒരു വിലയില്ലാതാവും. ഉപദേശിച്ചിവിടെ മാത്രം എന്താ ഉള്ളത്? ഡോക്ടർ വിപിന്റെ വൈഫ് ഡെലിവറി കഴിഞ്ഞു പോകുന്നു. നമ്മുടെ മുന്നിൽ അത് മാത്രമേ ഉള്ളൂ. മറ്റ് ചിന്തകളൊന്നും വേണ്ട. എനിക്കതിന് കഴിയില്ല സിദ്ധു. ഒരു മുദ്രപത്രത്തിൽ സംഗീത എഴുതി സൈൻ ചെയ്ത് തന്ന സമ്മതപത്രത്തെക്കാൾ എന്നെ നൊമ്പരപ്പെടുത്തുന്നത് ഒരമ്മയുടെ ത്യാഗമാണ്. അതിനൊരു വിലയില്ലാതെ പോയാൽ അമ്മ എന്ന പദത്തിന് പോലും അർത്ഥമില്ലാതാവും. പ്രശ്നങ്ങൾ സുഗമമായി പരിഹരിച്ചതല്ലേ? ഇനി അനു പോകുന്നത് അമ്മയുടെ അരികിലേക്ക്. എന്റെ കണക്കൂട്ടലുകൾ പോലെയാവും ഇനിയുള്ള കാര്യങ്ങൾ. സിസേറിയൻ കഴിഞ്ഞതിനാൽ അടുത്ത സമയത്തൊന്നും സ്വന്തം ഇഷ്ടം പോലെ പ്രവർത്തിക്കാൻ അനുവിന് കഴിയില്ല. എന്തിനും അവൾക്ക് ഹെൽപ്പ് വേണം. അതിന് അമ്മയില്ലാതെ ആരുണ്ട്? ഇപ്പോ അവൾക്കിപ്പോ ഉള്ളത് വിപിന്റെ അമ്മയാണ്. അവളെ തറവാട്ടിലെത്തിച്ചിട്ട് അവർ സ്വന്തം വീട്ടിൽ പോയില്ലേ? അമ്മയോടുള്ള ഈർഷ്യയുടെ പേരിൽ അവരെ അവിടെ നിർത്താൻ അനു ശ്രമിച്ചാൽ അത് അനുവദിക്കരുതെന്ന് താൻ വിപിനോട് പറയണം. സംഗീതയാവണം അനുവിന്റെ ഏത് കാര്യത്തിനും കൂടെ ഉണ്ടാവാൻ. കാര്യങ്ങൾ അവിടെ കൊണ്ടെത്തിച്ചാൽ അവർ തമ്മിലുള്ള അകൽച്ച ഉറപ്പായിട്ട് മാറിവരും. അതൊരു നല്ല ഐഡിയ. സംഗീത കൂടാതെ 2 മുത്തശ്ശിമാരാ അവിടെയുള്ളത്. സെർവന്റിനെ പോലും അനുവിന് സഹായത്തിന് വിടാൻ പാടില്ല. കറക്റ്റ്. സംഗീതയ്ക്ക് കുഞ്ഞിനെ ഒന്ന് കാണാനുള്ള അവസരം പോലും അനു കൊടുക്കില്ലെന്നാ വിപിൻ പറയുന്നത്. വിപിനെ ധർമ്മസങ്കടത്തിലാക്കുന്നതും അതാണ്. പക്ഷേ ഇങ്ങനെയൊരു അവസരം ബോധപൂർവം സൃഷ്ടിച്ചാൽ അനുവിന് അവിടെയും തുണ സംഗീത തന്നെയാവും. യെസ്, അതാവണം സംഭവിക്കേണ്ടത്. എന്തായാലും പറയാനുള്ളതെല്ലാം ഞാൻ അനുവിനോട് പറഞ്ഞിട്ടുണ്ട്. വീട്ടിൽ ചെന്നിട്ട് അമ്മ സ്വയം പ്രസവരക്ഷ മറന്ന് സഹായിക്കുന്നത് കാണുമ്പോ എന്റെ വാക്കുകൾ ഒരു തവണയെങ്കിലും അനു ഓർക്കാതിരിക്കില്ല. പിന്നെ സ്വന്തം കുഞ്ഞിനെ മുലിയോട്ടാൻ സംഗീതയ്ക്ക് ഒരു അവസരം കിട്ടിയാൽ മതി. അവൾ അതുകൊണ്ട് സമാധാനപ്പെട്ടോളൂ. ഒരു നോട്ടം മതി ഈ കുഞ്ഞിനും കൂടി ദോഷം വരാൻ. നിങ്ങളോട് ശബ്ദിക്കരുതെന്നാ പറഞ്ഞത്. ഈ നിൽക്കുന്നത് ഇവളുടെ അമ്മയാ. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞിന്റെ അവകാശി അവരാ, അല്ലാതെ നിങ്ങളല്ല. ഇത് ഞാൻ പ്രസവിച്ച എന്റെ കുഞ്ഞാ. എന്റെ കുഞ്ഞിന് ഭാഗ്യം കെട്ട ഈ സ്ത്രീ എങ്ങനെ അവകാശമാവുന്ന? എങ്ങനെയാണെന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരണോ? പറഞ്ഞു തരണോ ഞാൻ? ഇനിയൊന്നും പറയരുത്. ഇതെന്റെ ഒരു അപേക്ഷ. ഞാൻ ചെയ്തത് തെറ്റു തന്നെയാ. മനസ്സിൽ എപ്പോഴും ഓർക്കേണ്ട കാര്യം ഞാൻ ഓർക്കാതെ പോയി. എല്ലാവരും എന്നോട് ക്ഷമിക്കണം. തെറ്റുപറ്റിപ്പോയി. ചടങ്ങ് നടക്കട്ടെ. സർ, അച്ഛനെന്തും പറ്റി? ആരോടും പറയാതെ റൂം എടുത്തിരിക്കുകയായിരുന്നു.
വിവരം പറഞ്ഞ് ഞാൻ പോയി കൂട്ടിക്കൊണ്ടുവന്നു. സർ. അച്ഛാ ഇറങ്ങ. എന്താ അച്ഛ ഇങ്ങനെ? അച്ഛനെ ഇങ്ങനൊരവസ്ഥയിൽ കാണുന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്. ഞാൻ മനസ്സിൽ കൊണ്ടുവരുന്ന അച്ഛൻ ഇങ്ങനെയൊന്നും ആവില്ല. സോറി മോനെ. മനസ്സ് ഇങ്ങനെ വെന്ത് നീറുക. അച്ഛൻ അങ്ങനെ ഒരു അവസ്ഥയിലായി പോയി. എന്റെ എല്ലാ സ്വപ്നമായിരുന്നു പോലെ എന്റെ കുഞ്ഞ്. അച്ഛൻ ഒരുപാട് മോഹിച്ചു. ആനത്തോളം. എന്നിട്ടും എനിക്കെന്റെ കുഞ്ഞിനെ നഷ്ടമായില്ലേ? ഒഴിഞ്ഞ തൊട്ടിലും പിടിച്ച് ആട്ടുന്നത് അവലക്ഷണമാണെന്ന് അറിയാഞ്ഞിട്ടാണോ? ചെയ്യാൻ പാടില്ലാത്ത ഓരോന്ന് കാട്ടി കൂട്ടിക്കോളും. ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ടവളാ ഒഴിഞ്ഞ തൊട്ടിലാട്ടുന്നത്. അതുകൊണ്ട് ദോഷം വരുന്നതേ അകത്ത് കിടക്കുന്ന കുഞ്ഞിനാ. അതിന്റെ കാര്യത്തിൽ റാണി ഉത്കണ്ഠപ്പെടേണ്ട. അച്ഛന്റെ പൊസിഷൻ അറിഞ്ഞു കിട്ടിയ പ്രൊപ്പോസലായത്. ആ പ്രതാപനായിട്ട് അത് മുടക്കി തരാതെ നടന്ന് കിട്ടിയാ മതി. ഞാൻ എന്താ ഇപ്പൊ ചെയ്യേണ്ടത്? നീ അത് പറ. പ്രതാപനെ നീ ബ്ലോക്ക് ചെയ്ത് വെക്കണം. അവന്റെ ഭാഗത്ത് നിന്ന് എതിർപ്പുണ്ടാവാതെ നോക്കിയാ മതി. ഈ PPP മേനോൻ ആരാണെന്നറിയാൻ അവൻ നിന്റെ അടുത്ത് വരും. അല്ല, നിനക്ക് കാനഡയിലോ മറ്റോ ആരോ ഉണ്ടെന്നല്ലേ പറഞ്ഞത്? ആ വിവരം അവനും അറിയാം. എന്റെ കസിൻ ലിസിയും ഹസ്ബൻഡും അവിടെയാ. നിന്റെ ഭാവി അമ്മാവനെ പറ്റി അറിയാനുള്ളതൊക്കെ ഒറ്റ ഫോൺ കോൾ മതി, എനിക്ക് കിട്ടും. കക്ഷിയെപ്പറ്റി നീയൊന്ന് അന്വേഷിച്ച് വച്ചേക്ക്. പിന്നെ ഇതേ ആവശ്യവുമായിട്ട് പ്രതാപം വരുമ്പോ ഈ PPP മേനോൻ കാനഡയിലെ വലിയ ബിസിനസ്സുകാരനാണെന്ന് പറയണം. അസൂയപ്പെടട്ടെ നാല്. കല്യാണം മുടക്കാൻ നിന്ന പണി ഉറപ്പായിട്ട് കിട്ടുമെന്നും പറഞ്ഞ് അവനെ ഒന്ന് പേടിപ്പിച്ച് നിർത്തിയേക്കണം. അതോടെ അവന്റെ സംശയങ്ങളൊക്കെ തീരും. അത് ഞാൻ ചെയ്തോളാം. പ്രത്യുപകാരമായി നീ എനിക്ക് എന്ത് തരും? പ്രതാപനെ അടക്കി നിർത്തുക മാത്രമല്ല, നിന്റെ അമ്മാവന്റെ വിവരങ്ങളൊക്കെ കണ്ടെത്തുന്ന പണിയും ഞാൻ തന്നെ ചെയ്യണം. നിനക്ക് ഞാനൊരു 10 ലക്ഷം രൂപ തരും. കല്യാണം കഴിയും വരെ പ്രതാപൻ കുളം കലക്കാൻ വരാതിരുന്നാൽ മാത്രം മതി. അത് നീ എനിക്ക് ഉറപ്പ് തരണം. അത് മാത്രം പോരാ. പിന്നെ നീ എനിക്കൊരു വിസയും റെഡിയാക്കി തരണം. കാനഡയിൽ ജീവിക്കാൻ കൊതിക്കുന്നവളാ ഞാൻ. ഓക്കെ സമ്മതിച്ചു. വിസ മാത്രമല്ല, അമ്മാവന്റെ കമ്പനിയിൽ നിനക്കൊരു നല്ല ജോലിയും ഞാൻ റെഡിയാക്കി തരും. കരയല്ലേ? അമ്മേ, മോളെന്തിനാ കരയുന്നത്? ലക്ഷ്മമ്മ തൊട്ടില് കിടത്തിയതേ അവക്കിഷ്ടായില്ല. അതിന്റെ പ്രതിഷേധ. പ്രസവം കഴിഞ്ഞ് അനുവിനെയും കുഞ്ഞിനെയും വീട്ടിലെത്തിച്ചില്ലേ? ഇനി അമ്മയ്ക്ക് പോവല്ലോ. വൈകിട്ട് ഞാൻ അമ്മയെ കൊണ്ടുവന്നാക്കാം. അതിനെന്ത്?
എനിക്ക് പോണോന്ന് നിന്നോട് ഞാൻ പറയാനിരുന്നത്. ഒരു കേടും വരാതെ അനുവിന്റെ പ്രസവം ഒന്ന് കഴിഞ്ഞു കിട്ടണമെന്നേ എനിക്കുണ്ടായിരുന്നുള്ളൂ. ലക്ഷ്മിയമ്മ അങ്ങനെ പറയുവാണോ? സത്യത്തിൽ ഇനിയല്ലേ എനിക്ക് മോക്കും ലക്ഷ്മിയമ്മയുടെ ആവശ്യം. എനിക്ക് സിസേറിയൻ ആയിരുന്നു എന്നുള്ള കാര്യം മറന്നുപോയോ? നിന്റെയും കുഞ്ഞിന്റെയും കാര്യം നോക്കാൻ ആരും ഇല്ല എന്നുള്ള വിഷമമൊന്നും നിനക്ക് വേണ്ട. പ്രസവരക്ഷയ്ക്കും കുഞ്ഞിനെ നോക്കാനുമായിട്ട് ഒരാളെ വെച്ചാൽ മതി. എല്ലാരും അത് തന്നെയാ ചെയ്യുന്നത്. അത് മാത്രമല്ല, ഈ വീട്ടില് 3 സ്ത്രീകൾ കൂടിയുണ്ട്. പിന്നെന്തിനാ 4മതൊരാള്? വിപിൻചേട്ടന്റെ മനസ്സിരിപ്പ് എനിക്ക് മനസ്സിലായി. കുഞ്ഞ് മരിച്ചുപോയ ആ സ്ത്രീയെ ലക്ഷ്മിയമ്മയുടെ സ്ഥാനത്ത് നിർത്താനല്ലേ? അത് നടക്കില്ല വിപിൻചേട്ടാ. ഇങ്ങോട്ട് വരാൻ തന്നെ ഞാൻ മടിച്ചതിന് കാരണം അവരെ പേടിച്ചിട്ടാ. എന്റെ കുഞ്ഞിനെ കണ്ട അവരിപ്പോ സ്വന്തം കുഞ്ഞ് മരിച്ചതിന്റെ സങ്കടം തീർക്കണ്ട. അച്ഛാ, സുഖല്ലേ മോളെ? സുഖാച്ച. അമ്മ എന്താ വരാഞ്ഞേ? ഓ, നിന്റെ അമ്മ അതിനാരും ക്ഷണിച്ചില്ലല്ലോ മോളെ. പ്രവീൺ ഒരു പെണ്ണിനെ കണ്ടെന്നോ അവിടുന്ന് ആരൊക്കെയോ വരുന്നുണ്ടെന്നോ ജഡ്ജി വിളിച്ച് പറഞ്ഞു. എന്റെ മോളെ ഓർത്ത് എനിക്കിവിടെ വരാതിരിക്കാൻ പറ്റുമോ? ദേ, നിന്നെ സങ്കടപ്പെടുത്തണമെന്ന് കരുതിയ അച്ഛൻ വന്നത്. അല്ല പ്രതാപ, ഈ കേട്ടതൊക്കെ ഉള്ളതാണോ? എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അല്ല, നിന്റെ അനിയനെ പോലെ ഒരാൾക്ക് അറിഞ്ഞുകൊണ്ടാരും പെണ്ണും കൊടുക്കില്ല. എനിക്കത് പറയാനുള്ള യോഗ്യതയില്ല. എന്നെ പോലെ കുഴിയിൽ വീണ ഏതോ ഒരു ഹതഭാഗ്യ. തന്തമാർക്കൊന്നും അറിയില്ലല്ലോ മക്കളുടെ പോക്കണം കേട് മറയ്ക്കാൻ. അച്ഛനകത്തേക്ക് വാ. പ്രതാപേട്ടന് അച്ഛന്റെ സംസാരം ഇഷ്ടമായിട്ടില്ല. അത് മനസ്സിലായിടി. കൊള്ളാൻ തന്നെയാ ഈ അച്ഛൻ പറഞ്ഞത്. ഈ അച്ഛന്റെ വേദന ഒരുത്തനും അറിയില്ല. അച്ഛൻ വാ. നമുക്ക് വിശന്നിട്ട് ലക്ഷ്മിയമ്മ. എന്താടി? ഓ ഓ, എന്തൊരു ഉറക്കോ ഇത് ലക്ഷ്മിയമ്മ. ലക്ഷ്മിയമ്മ, ഓ ഓ, കരയല്ലേ മോളെ. കരയല്ലേ കരയല്ലേ, ഒന്ന് എണീക്ക് ലക്ഷ്മിയമ്മ. ഓ ഓ ഓ, അവക്ക് പാല് കിട്ടാത്തോണ്ടാ ലക്ഷ്മിയമ്മ. ഒന്ന് എണീക്ക്, കുഞ്ഞ് കരയുവാ. ഓ ഓ, ലക്ഷ്മിയമ്മ ചെന്ന് കുറച്ച് പാല് കലക്കിക്കൊണ്ട് വന്നേ. ലക്ഷ്മിയമ്മ ഒന്ന് എഴുന്നേക്ക്. കുഞ്ഞിന് തൊണ്ട വരണ്ടിട്ട കരയണ ലക്ഷ്മിയമ്മ. ഓ ഓ മോളെ. ഓ ഓ ഓ ഓ ഓ, കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് എനിക്ക് പാലില്ലെന്ന് അവരറിയും. ലക്ഷ്മിയമ്മ, ഈശ്വര, പാല് കിട്ടാതെ കരയ എന്റെ കുഞ്ഞ്. ഉറങ്ങുന്നവരെ ഉണർത്തുന്നത് എങ്ങനെയാ? ഞാൻ എടുത്ത കരച്ചിലെ നിർത്തുമെന്ന് നോക്കട്ടെ. അയ്യോ, വിപിൻചേട്ടനെ കുഞ്ഞിനെ എടുക്കാനൊന്നും അറിയത്തില്ല. അതിനൊരു വശമൊക്കെ ഉണ്ട്. എല്ലാ വശങ്ങളും എനിക്കറിയാം. ഞാനൊരു ഡോക്ടറാ, പീഡിയാട്രിഷ്യൻ അല്ലെന്നേ ഉള്ളൂ. മോളുടെ കരച്ചിലടക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. വാ. മോള് വാ, മോള് വാ. അവളെ പുറത്തേക്കൊന്നും കൊണ്ടുപോകല്ലേ? കരണ്ട കേട്ടോ. സംഗീതമ്മേ, മോള്
പിന്നെ മുതലാളി അവൻ അവളെ വിളിക്കുകയും മെസ്സേജ് അയപ്പും ഒക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. ഏതായാലും അങ്ങോട്ട് ചെന്ന് കേറുന്നതിന് മുമ്പേ അവനെ കുറിച്ചുള്ളൊരു പിക്ചർ അവളുടെ മനസ്സിലുണ്ടായി കഴിഞ്ഞു. ഇനി കാര്യങ്ങൾ എളുപ്പാ. പിന്നെ മുതലാളി കല്യാണ സമയത്ത് പെങ്കൊച്ചിന് കുറച്ച് പൊന്നിടേണ്ടതല്ലേ? ഞാനതവിടെ വെച്ച് പറയുകയും ചെയ്തു. അതുകൊണ്ടാ എല്ലാം മുതലാളിയുടെ ധൈര്യത്തിലാ. എന്റെ ഗതി മുതലാളിക്ക് അറിയാലോ. എടോ, ഞാൻ എന്റെ വാക്ക് തെറ്റിക്കില്ല പീതാംബര. ഞാനിതൊക്കെ ചെയ്യുന്നതേ തന്റെയും എന്റെയും മക്കൾക്ക് വേണ്ടിയല്ലേ. അല്ല, 250 പവൻ കല്യാണ സമയത്ത് പെങ്കൊച്ചിന്റെ ദേഹത്തിടുന്നല്ലേ പറഞ്ഞു? അതെ. ബാക്കി പൊതിഞ്ഞിട്ട് കൊടുക്കാന്നാ. അതങ്ങ് വിട്ടേക്കാം. പക്ഷേ 250 പവന്റെ കാര്യത്തിൽ ഉപേക്ഷ വിചാരിക്കരുതല്ലോ. കല്യാണ സമയത്ത് താൻ ഏറ്റ 250 പവനും കെട്ടിപ്പൊതിഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞതും ഒക്കെ തന്റെ വീട്ടിലെത്തിയിരിക്കും. അതെ, തന്റെ മോക്കുള്ളതാ കേട്ടോ. എനിക്ക് മുതലാളിയുടെ കാലിലൊന്ന് പിടിക്കണം. പറയരുത് മുതലാളി. എന്താണ് കാണിക്കുന്നത്? ഞാനൊന്ന് പിടിച്ചോട്ടെ. തന്റെ പഴയ സ്വഭാവത്തിന് വേണ്ട കേട്ടോ. എന്താ തന്റെ പുതിയ പേരെന്നറിയാലോ? PP മേനോൻ. എന്ന് വെച്ചാ പീറ പീതാംബരൻ എന്നാ. മനസ്സിലായോ? പട്ടി പീതാംബരൻ എന്ന് വിളിക്കുന്ന ആളുകളും ഉണ്ട് മുതലാളി. പിന്നെ പോയി പറയും പീതാംബരൻ എന്നും വിളിക്കും. അവര് രണ്ടുപേരും തമ്മിലടിക്കാൻ കാരണം എന്താ? ദിവ്യയുടെ കാര്യം വെച്ചാണോ? അങ്ങനെയൊന്നുമല്ല. പ്രവീൺ കാലു മാറിയിട്ടല്ലേ പ്രധാനം അവളെ കിട്ടിയത്. ഒരു പണിക്കും പോകാതെ വീട്ടിൽ തന്നെ ഇരുന്ന് തിന്നുന്നതിന്റെ കുഴപ്പമുണ്ട് രണ്ടിനും. ഈ സ്വത്ത് വീതം വെച്ച് കിട്ടാനായി തമ്മിലടി കൂട്ടുന്നത്. ജഡ്ജി ഒട്ട് അതിന് തയ്യാറുമല്ല. അങ്ങേർക്കറിയാം ഇതുങ്ങൾ രണ്ടും നശിപ്പിച്ചു കളയുന്നു. ഇങ്ങനെയൊരു സ്ഥലത്തേക്കാ മോള് ചെന്ന് കയറുന്നത്. ഞാൻ ആരാന്നുള്ള കാര്യം എപ്പോഴായാലും പുറത്തു വരും. അതിന് അധിക സമയമൊന്നും വേണ്ടി വരില്ല. കാനഡയിലേക്ക് പറക്കാൻ പ്രവീണ മുട്ടി നിൽക്കുകയാണ്. എനിക്കവിടെ പിടിച്ചു നിൽക്കാനുള്ള ധൈര്യമൊക്കെ ഉണ്ട്. എന്നെ ഇറക്കി വിടാൻ ജഡ്ജിയെ പോലൊരാൾ ഇച്ചിരി പേടിക്കും. പേര് ചിത്താൻ പോകുന്നത് ജഡ്ജിയുടെയാ. ആദ്യമൊക്കെ ജഡ്ജിയും ഭാര്യ എന്നെ വെറുക്കും. പിന്നീട് ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് അവർക്ക് മനസ്സിലാവും. അവരെ കൊണ്ട് എന്നെ മോളേന്ന് ഞാൻ വിളിപ്പിക്കും. അതിനുള്ളതൊക്കെ ആ മക്കളുണ്ടാക്കി വെച്ചിട്ടുണ്ട്. കൊന്നുകളയാനും മടിക്കാത്ത ദുഷ്ടന്മാരാ. നിനക്കവിടെ എത്ര നാള് പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നൊന്നും എനിക്കറിയത്തില്ല. അതിനല്ലേ അമ്മേ നിയമം സ്ത്രീക്ക് പരിരക്ഷ നൽകുന്നത്. ചിലരത് വെച്ച് ദുരുപയോഗം ചെയ്യുന്നു. നല്ലൊരു കാര്യത്തിന് ഞാനത് പ്രയോജനപ്പെടുത്തും. നന്ദേട്ടൻ സ്വപ്നം കണ്ടോ? സ്വപ്നമല്ല, ഒരു ദുസ്വപ്നം. ഞാനെന്റെ കുഞ്ഞിനെ കൈപിടിച്ച് നടത്തിക്കുമ്പോ ഒരു ദുഷ്ടത്തി വന്ന് കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഓടി. ഞാൻ പിന്നാലെ ഓടിയപ്പോ അവളെന്റെ കുഞ്ഞിനെ താഴെയിട്ടു. അത്രേ എനിക്ക് കാണാൻ പറ്റുള്ളൂ. എന്താ സംഗീത ഞാൻ ഇങ്ങനെയൊക്കെ സ്വപ്നം കാണുന്നത്? എന്റെ കുഞ്ഞു മരിച്ചുപോയിന്ന് ഞാൻ എന്റെ മനസ്സിനെ പറഞ്ഞു വിശ്വസിപ്പിക്കാൻ നോക്കിയിട്ടും എനിക്കതിന് കഴിയുന്നില്ല. എന്റെ കുഞ്ഞ് എന്റെ അരികിലുണ്ടെന്നൊരു തോന്നല.
എന്റെ കൈയെത്തും ദൂരത്ത് എന്റെ കുഞ്ഞുണ്ട്. നന്ദേട്ടൻ ഏതു നേരവും കുഞ്ഞിന്റെ കാര്യം മാത്രം ഓർത്തിട്ട ഇങ്ങനെ സ്വപ്നങ്ങൾ കാണുന്നത്. നഷ്ടപ്പെട്ടതിനെ കുറിച്ച് വേദന ഉണ്ടാവുന്നത് സ്വാഭാവികമല്ലേ? പക്ഷേ സ്വപ്നത്തില് ഒരു കുഞ്ഞിന്റെ മുഖമാണ് കാണുന്നത്. റാണി പറഞ്ഞോ. നീ പറഞ്ഞത് തന്നെ സംഭവിച്ചു. നിന്റെ കല്യാണം ഏത് വിധേനയും മുടക്കാനുള്ള ആവശ്യവുമായി പ്രതാപൻ എന്റെ അടുത്ത് വന്നിരുന്നു. ആ തെണ്ടി വരും, എനിക്കറിയാലോ അത്. അതുകൊണ്ടല്ലേ നിന്നെ കാണാൻ ഞാൻ ആദ്യം എത്തിയത്. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? പുറത്തുള്ള എന്റെ കസിനെ വിളിച്ച് വിശദമായിട്ട് അന്വേഷിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ അവൻ പറഞ്ഞത് നീ ഫ്രോഡാണെന്ന് അവരെ അറിയിച്ച് വിവാഹം മുടക്കാനാ. നിന്റെ കല്യാണം മുടക്കിക്കൊടുത്ത അവൻ എനിക്ക് 25 ലക്ഷം രൂപ തരാന്ന് ഉറപ്പും തന്നു. നീ അത് വിശ്വസിക്കരുത്. ഈ 25 ലക്ഷം രൂപ അവൻ ലോട്ടറി ടിക്കറ്റിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അതിനൊരു വഴി അവൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നടക്കുന്ന കാര്യമാ. അവനിപ്പോ ഒറ്റ വാശിയേ ഉള്ളൂ, നീ പുറത്തു പോയി സുഖിക്കരുത്. നീ ഇവിടെ കിടന്ന് നശിച്ച് പണ്ടാരടങ്ങി പോണോന്ന്. ഞാൻ 50 ലക്ഷം ചോദിച്ചാലും അവൻ അത് തരൂന്നുള്ള കാര്യം തീർച്ചയാ. നീ എന്താ കളം മാറ്റി ചവിട്ടുവാണോ? കാശ് കണ്ട ആരുടെ കണ്ണ മഞ്ഞളിക്കാത്തെ. നീ തരാന്ന് പറഞ്ഞത് 10 ലക്ഷം. പിന്നെ വിസയുടെ കാര്യമൊക്കെ പറഞ്ഞെങ്കിലും കാനഡയിലെത്തിയ നീ അത് മറക്കും. കല്യാണം കഴിഞ്ഞ എന്റെ ആവശ്യമില്ലല്ലോ. ഇവളെ സൂക്ഷിക്കണം. 10 ലക്ഷം വേണോ 25 ലക്ഷം വേണോ എന്നുള്ള ചിന്തയില്ല ഞാനിപ്പോ. പക്ഷെ എനിക്ക് ചായ്വ് നിന്നോടാ. ആകെ ഒരു കൺഫ്യൂഷൻ. ഒരു കൺഫ്യൂഷനും വേണ്ട. 25 ലക്ഷവും ഒരു വിസയും ഒരു ടിക്കറ്റും പിന്നെ ചായക്കുള്ള പൈസയും ഞാൻ തരും നിനക്ക്. അതെ, കല്യാണം കഴിഞ്ഞ് 3-ാം നാൾ അച്ചുവിന്റെ സ്വർണത്തിൽ നിന്നും അടിച്ചു മാറ്റി 25 ലക്ഷത്തിന്റെ ഗോൾഡ് ഞാൻ നിനക്ക് തരും. പിന്നെ എനിക്കിട്ട് പണിയാനാണെങ്കിൽ പിന്നെ നീ ജീവനോടെ ഉണ്ടാവില്ല. എല്ലാം കൈവിട്ടു പോയാ ഞാനത് ചെയ്തു പോകും. വിശ്വാസവഞ്ചന കാണിച്ച അതിന്റെ ഫലം ചെക്കരൂ. ഇപ്പൊ വരാവേ. ഹലോ, എന്ത് നോക്കുന്ന എന്ത് വേണ്ടേ? എന്താ വാവേ? എന്ത്? ഞാൻ എങ്ങോട്ട് വിളിക്കാം? വിരോധമില്ലെങ്കിൽ നമ്പരൊന്ന് തരുമോ? അത് വിളിച്ച് ശല്യപ്പെടുത്തുമെന്നുള്ള പേടിയൊന്നും വേണ്ട. എനിക്കതിനുള്ള സമയമൊന്നുമില്ല.
പ്രതാപേട്ടനെ പോലൊരു വലിയൊരാൾക്ക് നമ്പർ തരാൻ ഞാൻ എന്തിനാ പേടിക്കുന്നേ? 8075054112 ഇതാ എന്റെ നമ്പർ. ഓക്കെ, എന്നാ ഞാൻ പോട്ടെ. ഇത്രയും പെട്ടെന്ന് നീ എന്റെ കൂട്ടിൽ കയറുമെന്ന് ഞാൻ പോലും കരുതിയില്ല മോളെ. മീനൂട്ടി അവളെ കുളിപ്പിക്ക. ഒക്കെ കുളിരുന്നുണ്ട് കേട്ടോ. മതി. നിങ്ങൾ എത്ര കുഞ്ഞുങ്ങളെ കുളിപ്പിച്ചിട്ടുണ്ട്? അതൊന്ന് പറഞ്ഞ് ഞാനൊന്ന് കേക്കട്ടെ. സംഗീതയുടെ കുഞ്ഞിനെ കുളിപ്പിക്കാൻ വേണ്ടി കാത്തുകെട്ടി കിടന്നതല്ലേ, എന്നിട്ടിപ്പ എന്തായി? ഇഷ്ടം പോലെ എടുത്തിട്ട് കുളിപ്പിക്കാനും കവിളും മൂക്കും വളരാൻ അണ്ണാക്കിൽ കൈയിടാനും ഒക്കെ പറ്റുമായിരുന്നല്ലോ. അതിനെ മനുഷ്യന്റെ മനസ്സ് നന്നാവണം. നിങ്ങൾ കുറ്റം പറയാതൊന്ന് പോയേ. എന്റെ മോന്റെ കുഞ്ഞിനെ എങ്ങനെ കുളിപ്പിക്കണമെന്നൊക്കെ എനിക്കറിയാം. ലക്ഷ്മി ഇത്രയ്ക്ക് തുള്ളയുടെ കാര്യമൊന്നുമില്ല. ഒരുപാട് കണ്ടു അറിഞ്ഞും തന്നെയാ ഞാൻ ഈ പ്രായത്തിലെത്തിയത്. ഓ, അറിയാത്ത കാര്യങ്ങളെ അറിവുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കണം, അല്ലാതെ ജാടി കടുക്കുകയല്ല വേണ്ടത്. ആർക്ക് രസിച്ചില്ലെങ്കിലും പറയാനുള്ളത് ഞാൻ പറയും. ഇതുപോലല്ല കുഞ്ഞിനെ കുളിപ്പിക്കേണ്ടത്. അവരുടെ മനസ്സിലിരിപ്പ് മോൾക്ക് പിടികിട്ടിയില്ലേ? എങ്ങനെങ്കിലും കുഞ്ഞിനെ ഇല്ലാതാക്കണം, കൈകാല് പിടിച്ച് തിരിക്കണോന്ന്. എന്റെ ദൈവമേ, ഇങ്ങനെയുണ്ടോ മനുഷ്യര്? എങ്ങനെ ഇവർക്ക് ഇതൊക്കെ പറയാൻ തോന്നുന്നേ? അതിനെന്താ സംശയം? എടി, ഒരു മാസമൊന്നും തികയണ്ട, അവനത് ചെയ്തിരിക്കും. ഞാനൊരു ബില്ലുണ്ടാക്കി പീതാംബരന്റെ കൈ കൊടുക്കും. നമ്മുടെ മോളുടെ സ്വർണം എങ്ങനെയാണോ മുക്കുമണ്ഡമായത്, അത് തന്നെ അവിടെ നടന്നതെന്ന് വരുത്തി തീർത്താ മതി. ജഡ്ജി പോലും മോനെ സംശയിക്കും. 500 പവന്റെ സ്വർണം ജഡ്ജി അച്ഛന് വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യും. ഒരനുഭവം ജഡ്ജിക്ക് ഇരിക്കട്ടെടി. എന്നാലും സേനേട്ടനെ ഞാൻ സമ്മതിച്ചല്ലോ. പീതാംബരന്റെ മോളുടെ മുമ്പേ ജഡ്ജി നാണം കെടും. അതെ, ഇനിയുമുണ്ട് ഞാൻ വെച്ചിരിക്കുന്ന കൊളുത്ത്.